ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും പൈസ ചിലവില്ല. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ അവർ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മളിവിടെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് കേട്ടോ, എനിക്ക് നല്ല റിസൾട്ടായിട്ടാണ് തോന്നി. നമുക്ക് എന്തായാലും ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങിയല്ലേ? നമ്മൾ എന്ത് ഫേസിലിട്ടാലും നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് എന്നിട്ട് പൊട്ടെടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ പൊട്ടൊക്കെ മാറ്റി നമുക്കൊരു ഹെയർ ബോയൊക്കെ ഉണ്ടെങ്കിൽ മുടി സെറ്റായിട്ടിരുന്നോളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ ബോയ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചൂട് വെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു പാത്രം അടിയിൽ വെച്ചിട്ടുണ്ട്, കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിടത്ത് ഇരുന്നിട്ട് പതുക്കെ സാവധാനം ചെയ്താൽ മതിയേ, ചേലൊക്കെ ഇരുന്ന് പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ആവി ഇങ്ങനെ കൊള്ളും. നമുക്ക് വേണം ിൽ നമ്മൾ സാധാ ഇങ്ങനെ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഷീറ്റ് തലയിൽ കൂടി ഇട്ടിട്ട് ചെയ്യില്ലേ, അതുപോലെയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിടിക്കും. എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വേർത്തിട്ട് പോഴ്സൊക്കെ ഓപ്പൺ ആവുമേ. അപ്പോൾ നന്നായിട്ട് ഞാൻ ആവി കൊള്ളണുണ്ട്. ഇത് നമ്മുടെ ഇങ്ങനെ ആവി കൊള്ളുമ്പോഴേ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഡേർട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുത്ത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ആവി പിടിക്കാവേ. ഞാനിപ്പോൾ ചെറുതായിട്ട് വേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഷീറ്റിട്ടാണെങ്കിൽ നന്നായിട്ടത് ആയിക്കോളൂ. നല്ലതായിട്ട് വേർത്ത് പോഴ്സൊക്കെ ഓപ്പൺ ആവുമേ. എന്നിട്ട് നമ്മൾ ഒരു ഹണിയാണ് എടുക്കണത്. ആദ്യം കുറച്ച് തേന്, എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാവേ. ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് പഞ്ചസാര. കാരണം എൻ്റെ പഞ്ചസാര എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ള, കുറച്ച് വലിപ്പം കൂടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു തരികളാണെങ്കിൽ കുഴപ്പമില്ല, തരിയുടെ വലിപ്പം കൂടുതലാണെങ്കിൽ പൊടിച്ചെടുക്കണേ. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും നമ്മുടെ ചിന്നിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഇറുകുന്ന രീതി ചെയ്യേണ്ട, എന്നാലും ഒരു മീഡിയം പ്രഷർ കൊടുത്ത് നമുക്ക് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാവേ, സ്ക്രബ് ചെയ്യാവേ. അവിടെ മാത്രമല്ല, നമുക്ക് തേനും പഞ്ചസാരയാണ് ഇത് നമ്മൾ പൊടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ ഫേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞ് പ്രശ്നമില്ല. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, പതുക്കെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാൻ വേണ്ടി കാരണമാവേ. എന്ത് പ്രോഡക്റ്റ്സ് ഇട്ടാലും നമ്മൾ നെക്കിൻ്റെ ഭാഗത്തും കൂടി അപ്ലൈ ചെയ്യണം. എന്നിട്ട് പതുക്കെയാണ് ഞാൻ ചെറിയൊരു പ്രഷർ കൊടുത്തിട്ടാണ് ഇത് ഒരു മസാജ് കൊടുക്കുന്നത്. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും ഞാൻ പറഞ്ഞ പോലെ ചിൻ്റെ ഭാഗത്തും ചുണ്ടിൻ്റെ ഭാഗത്തും ഒക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. അപ്പം ഈ ഷുഗറില്ലേ നന്നായിട്ട് നമ്മുടെ പോഴ്സിലോട്ട് ഇറങ്ങി ഡീപ്പായിട്ട് നമ്മുടെ ഡേർട്ട് വലിച്ചെടുക്കാനും നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. തേനെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ പാടുകൾ മാറാൻ വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കഴിയും. ഇതിട്ട് ഞാനൊരു 5 മിനിറ്റ് നിന്ന് കേട്ടോ. 5 മിനിറ്റിന് ശേഷമാണ് വാഷ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റൊക്കെ ഇട്ടേക്കാം. നന്നായിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചർ ആവുന്നത് പോലും നല്ല സോഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇല്ലെങ്കിൽ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാവേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പഞ്ചസാര, കുറച്ച് നമ്മുടെ തേന്, പിന്നെ ഞാൻ ആഡ് ചെയ്യുന്ന കോഫി പൗഡറാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. പിന്നെ എഗ് വൈറ്റും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. എഗ് വൈറ്റ് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയേ.
ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്യാവേ. നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ്, ഭയങ്കര തിന്നായിട്ട് ഉള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ വലിയ തരികൾ ഒരിക്കലും എടുക്കല്ല കേട്ടോ, എന്നാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. എന്നിട്ട് നമ്മുടെ ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ മൂക്കിൻ്റെ ഭാഗത്തും നമ്മുടെ ചിന്നിൻ്റെ ഭാഗത്തും മാത്രം അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഇത് ഞാൻ ഓൾ ഓവർ ദ ഫേസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ജെൻറ്റിലായിട്ട് ചെറിയൊരു മസാജ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവേ. ഞാനിപ്പോൾ ഇത് വലിയ മസാജും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ മസാജ് കൊടുത്തല്ലോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മുടെ ഫേസിൽ ഇട്ടതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണേ. ഇത് പിന്നെ വാഷ് ചെയ്യണതിന് മുന്നായിട്ട് ഇതൊരു 10 മിനിറ്റ് മാത്രമേ ഇട്ടുള്ളൂ, 10 അല്ല ഒരു 8 മിനിറ്റേ ഇട്ടുള്ളൂ കേട്ടോ. കാരണം ഇറുകുന്ന രീതിയിൽ ഇട്ടിട്ടേ ഇല്ല. മുട്ടയാണ്, അപ്പം കുറച്ച് ഇറുകുന്ന രീതിയിലാവും. പക്ഷേ അങ്ങനെ ഞാൻ വച്ചില്ല. അതിന് പകരം ഞാൻ ഒരു 8 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാണ് ചെയ്ത്. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമില്ലേ, ഐസ് വാട്ടർ, അത് ഉപയോഗിച്ച് കഴുകാമേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പോർസൊക്കെ ക്ലോസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളം ഇട്ട് കഴുകുന്നത് നല്ല സുഖമാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ ഇട്ട് നന്നായിട്ടൊന്ന് തുടച്ചു. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരെന്തായാലും കണ്ടു നോക്കണേ. തൈര് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാൽപ്പാമരാതി ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കാണണം. നമ്മുടെ ടാനൊക്കെ മാറാൻ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാൻ താഴെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുകയല്ലേ. ടേക്ക് കെയർ. ബൈ.